ടിപ്സ് ഇങ്ങനെ പോലും വെറുതെ വിടാതെ കാമക്കാത്ത നമ്മളെ 99 മാർക്ക് അല്ല ഇതിൽ ഗീവ് അവേ കൊടുക്കണം 2 മിനിറ്റ് കഴിക്കാം. ഹേയ് ഇന്ന് നമുക്കൊന്ന് ബട്ടിൻ്റെ പോയാലോ? കുറേ സാധനങ്ങൾ വാങ്ങാണ്ട്. പക്ഷെ നമ്മളെ നീൽക്കായിനൊക്കെ കണ്ട് ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഈ മണ്ടന്മാരെ കൂടെയൊക്കെ പോണേ. ടിപ്സ് സൺഡേ നമ്മൾ ഇന്ന് സൺഡേ മാർക്കറ്റ് സാധനം മോഷ്ടിക്കാൻ പോവാണ്. അതിനുള്ള എല്ലാ പ്രിപ്പറേഷനും ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മോഷ്ടിക്കാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എടുക്കും. അങ്ങനെ സംബന്ധം ആർക്കും മനസ്സിലാവില്ല. കണ്ണിട്ടാ പോകുന്നുള്ളു ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പാസ് ചെയ്ത പരിപാടി. പ്രശ്നം പറഞ്ഞു തീർക്ക ചാടല്ല. ഇവിടെ ബസ് നിർത്തുന്നതിന്റെ മുന്നേ സ്റ്റോപ്പ് എത്തിയ കുട്ടികളായിട്ടെടുത്ത് ചാടും. അങ്ങനെ ഒരു കുട്ടി ചാടി മറിഞ്ഞടിച്ചിട്ട് വീണ്. ഒരു 3/4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ബട്ടിൻ്റെ എത്തിയിട്ടുണ്ട്. ഇതാണോ ഇവിടെ എവിടെയാ ഗേറ്റ്? ഇൻവിസിബിൾ ഗേറ്റ്. അത് കാളവണ്ടി. ഇത് കാളെ കുതിര 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 വണ്ടി കൈസ്. ഇതാണ് സൺഡേ മാർക്കറ്റ് കൈസ്. ഇവിടുന്ന് ഭയങ്കര ചീപ്പായിട്ട് സാധനങ്ങളൊക്കെ കിട്ടുന്നാണ് പറയപ്പെടുന്നത്. അതെ, ആസിഫ് കാണിച്ചു തരും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നിട്ട് അവിടുന്ന് പിന്നെ കണ്ടിട്ടില്ലേ? അർഷപ്പ ഡ്രസ് എടുക്കണ കൈസ്. ഇവിടെ കടക്കാരനില്ലടാ. ഇതിൽ നമുക്ക് കടക്കാരനില്ല. നമുക്ക് മറ്റേ സാധനം ചെയ്താലോ? ഇത് 2 മതി കൈസ്. എനിക്ക് ഡേറ്റ്സോ 150. ഈ ഷൂസും ചെരുപ്പൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കേട്ടോ. വണ്ടിയവർക്ക് എടുത്തോണ്ടാവാ. ഗവിൽ ഇത്രയും വെയിലുള്ളതുകൊണ്ട് സാൻഡ്ര എങ്ങനായി? സാൻഡ്രയുടെ പേരെന്താ? ഫാത്തിമത്തുൽ സാൻഡ്ര. ഒന്ന് എടുക്കോ? പേഴ്സണൽ ക്യാമറ എന്നോട് അവിടെയുള്ള ചേച്ചി ഏവാല ടോപ്പ് 20 റുപ്പി ഹേ പറഞ്ഞു. 20 പറഞ്ഞാൽ 20. അപ്പൊ ഞാൻ ഏവാല ടോപ്പ് പോയി നോക്കിയതാ. അപ്പൊ ഏതോ മറ്റേ ഊള ടോപ്പൊക്കെ എടുത്ത് കാണിച്ചത്. ആസിഫിന്റെ കൂടെ കാറ്റത് പറന്നുപോയി ഗൈസ്. ടെക്നോളജിയാ. അനുവിന്റെ ചെറുതിനാ? ആസിഫിന്റെ ഗേൾഫ്രണ്ടിന് ആസിഫ് ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രോബെറി മിടി എന്റെ നോർത്ത് ഗേൾഫ്രണ്ടിന് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ പോവാണ്. അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിമനെ പോലും വെറുതെ വിടാതെ കാമക്കാപ്പൻ. അനു ഇവിടുത്തെ ലിപ്സ്റ്റിക് ഒക്കെ എന്താ സ്ഥിതി? റൈറ്റ് ഒക്കെ കുറവാന്ന് കേട്ട്. അറിഞ്ഞില്ല. സ്റ്റുഡിയോ നഷ്ടപരിഹാരം തന്നേ പറ്റും. ഇത്രയും ദൂരം വന്നതിന്റെ ഫോട്ടോ ചെലവ്, ഫുഡിന്റെ പൈസ കൊണ്ട് തന്നിട്ട്.
മുത്താതെ കേൾക്കണം. മുക്കാത്താണ് പറഞ്ഞത് ഇവിടെ പൈസ തരാം. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ അയച്ചു തരാം. ആ അതന്നെ, എല്ലാവർക്കും 200 വെച്ച്. പിന്നെ ഫുഡിന് പൈസ ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിച്ചടാ. അശ്വതിന്റെ കുട്ടിനെ മുടിച്ച് നമ്മൾ തന്നെ കൊണ്ടുപോകും. പെൺകുട്ടിയാണ്. സ്റ്റാൻഡേർഡിലൊന്നുമില്ലേ? എന്ത് പഞ്ചാബിലെ മലയാളി കൗണ്ടറിലുള്ള മലയാളികളുടെ ഭയങ്കര പ്രശ്നമായ ഒരു മുറാദാബാദി ഓനെ വൈകുന്നേരം അഥവാ ഇനി എങ്ങാനും കുടിച്ചില്ലെങ്കിൽ ഒരു ഐഡിയ എന്ത് ചെയ്യാം? അതെ മതി മതി സാധനം കഴിയൂട്ടോ. ഇങ്ങനെയാണ് ആസിഫ് കുളിക്കാതെ എന്നും ഹാൻസം ആൻഡ് അട്രാക്റ്റീവ് ആയി നിൽക്കുന്നതിന്റെ രഹസ്യം. ലാസ്റ്റ് എല്ലാം കൂടെ വൃത്തിയിട്ട് മണവും. ഫോട്ടോഗ്രാഫേഴ്സിന് എന്നും ഡിമാൻഡാണ് ഗൈസ്. കണ്ടോ കണ്ടോ, ബാക്കിൽ എന്ന് പറഞ്ഞ ഒച്ച കേൾക്കുന്നത് ഇയാൾ അടിക്കുന്നതാണ്. ആസിഫിനെ ഇവിടെ നിന്ന് റേഷൻ കടയത്തെ കാടിൽ വരെ ചേർത്തിരിക്കണം. ഗൈസ് ഇത് നമ്മളെ മാത്രം പരിപാടിയല്ല, ഈ സ്പ്രേ എടുത്ത് അടിക്കുന്ന പരിപാടി എല്ലായിടത്തും ഉണ്ട്. ഏതെടുത്താലും 10 രൂപ 10 രൂപ. പഞ്ചാബി ചോദിച്ചിരിക്കുന്നു 100 രൂപ കിട്ടുമോ? രണ്ടും കൂടി കോംബോ ഓഫർ ആണോ അല്ലേ? ഷെട്ടിക്ക് ഭയങ്കര റേറ്റാ, 390 പറയും. നാട്ടിൽ 150 റുപ്യ ഉള്ളൂ. ഓന്റെ വിചാരം ഭയങ്കര മീനാന്ന്. പക്ഷെ കണ്ടില്ല, മുഖത്ത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കുഞ്ഞടക്കം ഉണ്ട്. നിസാമ കണ്ടോക്കിയാ ഞങ്ങളെ സിബിയിലെ ഏറ്റവും കൂടുതൽ ഏജ് ഉള്ളത് വെട്ടാണ്. നിസാമിന് എത്ര വയസ്സ്? 26 വയസ്സൊന്നുണ്ട്. ഇവ PG PhD B.Ed ഇല്ല കേട്ടോ, B.Ed ഒക്കെ കഴിഞ്ഞ് 3ാമത്തെ PG ആണത്. ആദ്യം ബസ് നിർത്തി നമുക്ക് ഫുഡ് കട്ടെടുക്കണം. അതിനാ ഫുഡ് ഇടാനൊരു ഗൈസ് ഇവിടുത്തെ വെയിൽ കണ്ടോ ഗൈസ്, ഒരുമാതിരി വൃത്തിയുടെ വെയിലാണ്. ചൂടെടുത്തിട്ട് ഇരിക്കാൻ വയ്യ. കണ്ടോ ഗൈസ്, കഷ്ടപ്പെട്ട് ഫൗണ്ടേഷൻ ഇട്ട് വന്നതായിരുന്നു ആസിഫ്, കൊലിച്ചു പോയി. അങ്ങനെ നമ്മളിപ്പോ ഡിമാർട്ടിലെത്തിട്ടാ ആസിഫിന് ചോറ് കട്ട് കൊണ്ടുപോകാൻ പാത്രം വാങ്ങാൻ വേണ്ടിട്ട്. ഇവിടെ കയറണമെങ്കിൽ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. കുറെ അല്ല, നമ്മള് ബാഗ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ടോക്കനൊക്കെ എടുത്ത് പോകണം. നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത് തന്നെ. ഇതെന്താ ചിഫേ? പൈസ നോക്കില്ല, അതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാ. എനിക്ക് കണ്ണട ചേരൂലെന്ന്, പക്ഷെ എന്നാലും ഞാൻ വെക്കലുണ്ട്. ഓൺലി സിസ്റ്റർ, നോ ഗേൾ ഫ്രണ്ട്, ഓൺലി ഫ്രണ്ട്. ഓക്കെ, പിന്നെ ഫ്രണ്ടേ ഉള്ളൂ, ഗേൾ ഫ്രണ്ട് ഇല്ല. ബട്ട് ഗേൾസ് ആർ വെരി സെൻസിറ്റീവ്. വീഡിയോ എടുക്കണേ ഞാൻ കഴിയില്ല. ബോട്ടിൽസ് വി ഷുഡ് ബൈ 2 bottles. അനു ഈ ഗ്ലാസ് എന്തിനാ ഉപയോഗിക്കാം? നമുക്ക് വൈൻ കുടിച്ചാൽ ഉപയോഗിക്കാം. വൈന് ഹറാമാണ് അനു. ആൽക്കഹോളിക് ഇല്ലാത്ത വൈനുണ്ട്, എനിക്കതൊന്നും അറിയില്ലല്ലേ. മോശം മോശം. ഗൈക്ക് ഇത് വാങ്ങി തരാൻ ആസിഫിനോട് പറഞ്ഞിട്ട് ഓനക്ക് വയ്യ. എല്ലാവരും ഒന്ന് ആഞ്ഞു പറയൂ, നോ വാങ്ങിട്ടോ, വാങ്ങിത്തോളോ. ഇന്ത്യയിൽ പൈസ അല്ല അനു. നമ്മളെ 99 മാർക്കറ്റ്. കളർഫുൾ സാധനല്ലേ? ഏതാടാ സാധനം? ഏതാ? ഓ, നാട്ടിൽ കിട്ടാത്ത സാധനം. വിമല സുശീല ഇവിടെ വരൂ, ഇവിടെ വരൂ. 100 രൂപ, 50 രൂപ. ഇതൊക്കെ വേണ്ടവര് പഞ്ചാബിൽ എവിടെ വരണം? ബസ് സ്റ്റാൻഡ് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ ചെറിയൊരു പൈസ ഈടാക്കുന്നതായിരിക്കും. അല്ല, ഡെലിവറി പൈസ ഒക്കെ ഫ്രീ. ഓക്കെ ഓക്കെ.
പിന്നെ ഗൈസ് ഇവിടെ കുറെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട് കണ്ടോ. ഇവിടെ 50 രൂപയ്ക്ക് അതെ ബിസിനസ് 50 രൂപയ്ക്ക് സാധനം എടുക്കാൻ നാട്ടിലേക്ക് കടത്താം. ഇവിടെ കാണാം 99 സെയില്. ഇത് ബ്ലോഗറല്ലേ നമ്മള് ഫോക്കസ് ചെയ്യണ്ടേ? എന്താ ഇതിന്റെ കയ്യിലെന്താ? ഇത് നമ്മള് അശ്വക്ക് മുറാദാബാദ് കഴിച്ചപ്പോ ബദറൂന് വേണ്ടിട്ട് പാർസലാണ്. അല്ലാതെ എനിക്ക് കഴിക്കാനല്ല. ബദറൂന് വാങ്ങിയ സ്നേഹം കൊണ്ട് നമ്മളതിനെ കൊണ്ടിറക്കും. അല്ല നമ്മുടെ അശ്വക്ക് ചീക്കറിനോണ്ടല്ല. ഗൈസ് ഒരു കാര്യം കൂടെ, ഇപ്പോ ഈ വ്ളോഗർ അനുവിനെ എവിടെ കണ്ടാലും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പോൾ റോഡ് സൈഡിലൂടെയൊക്കെ ക്യാമറ ഓണാക്കി നടക്കുമ്പോൾ ഇതാ യൂട്യൂബിലുള്ള ആളല്ലേ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതിനെ കുറിച്ച് എന്താണ് അനുവിന് പറയാനുള്ളത്? അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ നന്ദി എന്നൊക്കെ അങ്ങനെയൊക്കെ പറയണ്ടേ? അല്ല ഇതിൽ ഗീവ് അവേ കൊടുക്കണം നമുക്ക് 2 മില്യൺ ഒക്കെ ആയിട്ട്. എന്താ ഇപ്പോഴത്തെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്താ കൊടുക്കാൻ പറ്റും? നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇപ്പൊ നമ്മളെ കൂടെ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ സ്റ്റുഡന്റ് ആണ്, നമുക്ക് ഇവിടെ നിന്നുള്ള നല്ലൊരു അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ്സുകൾക്ക് നാട്ടിലേക്ക് കൊടുത്തൂടെ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഇവിടുന്ന് ഈ 50 രൂപയുടെ അല്ല, നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്നത് ഇത്രയും പോലത്തെ നല്ല നല്ല സാധനങ്ങളൊക്കെ വാങ്ങാന്നുള്ളതാണ് ഈ ചെറിയ പൈസ. അപ്പൊ ഇതുപോലെ ഓ അപ്പൊ ഗൈസ് കമന്റ് ബിലോ ആർക്കൊക്കെ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ നമ്മൾ അതിൽ തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ വേണമെന്നല്ല തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എത്ര ആൾ വേണം? ഓക്കെ 5 ആൾക്കാർക്ക് ഫസ്റ്റ് തെരഞ്ഞെടുക്കുന്ന നമ്മൾ റാൻഡംലി തെരഞ്ഞെടുക്കും. അതിൽ ഫസ്റ്റ് തെരഞ്ഞെടുക്കുന്ന 5 ആൾക്കാർക്ക് നമ്മളെ വക ചെറിയൊരു ഗിഫ്റ്റ്. ഓക്കെ അപ്പൊ കമന്റ് ബിലോ കമന്റ് എത്രയാവണം? എത്ര കമന്റ് വേണം? എത്ര വ്യൂസ് വേണം? ഈ വീഡിയോക്ക് എത്ര വ്യൂസ് കിട്ടിയാലാണ് നമ്മളത് കൊടുക്കുക? എന്നാ വേണ്ട ആരെങ്കിലും എന്ത് റാൻഡംലി കമന്റ് ചെയ്യട്ടെ. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. പൊടിയാന്ന് തോന്നുന്നു, പക്ഷെ അടുക്കളയിൽ കയറുമ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ വെട്ടാനായിട്ട് ഇറച്ചി വെട്ടാന് മീൻ വെട്ടാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപർപ്പസ് ആണ്. കഴിഞ്ഞാൽ ഉണക്കി തൂക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ആയ കെട്ടേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ വെയിലുണ്ട്, ഇത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. പിന്നെ നമ്മളെ നാട്ടിലെ ചീരുള്ളി 2-100, വെണ്ടക്ക 3-100 എന്നൊക്കെ പറയുന്ന മാതിരി വിളിച്ചു ചേർത്തുന്നത് എന്തിനാ അറിയാം? ഡ്രസ്സിനാണ് ഈ വിളിച്ചു ചേർത്തുന്നത്. കുറെ ഡ്രസ്സുകളുണ്ട് ഇവിടെ. അതിനെന്താ അടുത്ത് കുപ്പായ. ഇതാണ് ഗൈസ് ഇവിടുത്തെ പച്ചക്കറി ഏരിയ. ഇവിടെ ശരി हमारी गुल्लरी है।